നമസ്കാരം, എല്ലാവർക്കും അലിഗ്രോ മാത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സും കഴിഞ്ഞ ക്ലാസ് പോലെ തന്നെ വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ഒരു ഷോർട്ട് കട്ട് പറയാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ക്ലാസ് ആണ്. വളരെ ചെറിയൊരു ഷോർട്ട് കട്ട് മാത്രം പറയാനുള്ള ഒരു ക്ലാസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി വേറെ ഒന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. കിലോഗ്രാമിന് 80 രൂപ വിലയുള്ള അരിയും 100 രൂപ വിലയുള്ള അരിയും ഏത് അംശബന്ധത്തിൽ യോജിപ്പിച്ചാൽ കിലോഗ്രാമിന് 95 രൂപ വിലയുള്ള അരി ലഭിക്കുന്നതാണ്. അപ്പൊ ഒന്നും കൂടെ എന്താണ്? കിലോഗ്രാമിന് 80 രൂപ വിലയുള്ള അരി 100 രൂപ വിലയുള്ള അരി ഏതോ ഒരു റേഷ്യോയിൽ യോജിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് റേഷ്യോയിൽ യോജിപ്പിക്കുമ്പോഴാണ് നമുക്ക് 95 രൂപ വില വരുന്ന അരി ലഭിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? സിമ്പിൾ ആണ്. കാര്യം മനസ്സിലായി കാണും. രണ്ട് ക്വാളിറ്റിയിലുള്ള അരി എന്ന് പറഞ്ഞാൽ 80 രൂപയ്ക്കുള്ളതും അല്ലെ 80 രൂപയുടെ അരിയും 100 രൂപയുടെ അരിയും കൂടെ മിക്സ് ചെയ്ത് ഒരു രണ്ടും കെട്ട ക്വാളിറ്റി അല്ലെ, ഒരു രണ്ടും കെട്ട ക്വാളിറ്റി എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. 95 രൂപ വിലയുള്ള അരി നമുക്ക് ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ക്വാളിറ്റിയുള്ള അരികൾ ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്യണമെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞു വരാം. 80 രൂപ വിലയുള്ള അരി 100 രൂപ വിലയുള്ള അരിയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യം 95 രൂപ വിലയുള്ള അരിയാണ്. അപ്പൊ ഒന്നും കൂടെ 80ഉം 100ഉം കൂടെ മിക്സ് ചെയ്ത് 80 രൂപ വിലയുള്ള അരി 100 രൂപ വരുന്ന അരിയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യം 95 രൂപ വിലയുള്ള അരിയാണ് അല്ലെ. 95 രൂപ വിലയുള്ള അരിയാണ്. സംഭവം നമ്മൾ അലിഗേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് വെച്ചാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇതിന്റെ നേരായ രീതി ഇതെങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നുള്ള കാര്യങ്ങളെല്ലാം റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ടോപ്പിക് ക്ലാസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് വ്യക്തമായിട്ട് പറയും. ഇവിടെ ഷോർട്ട് കട്ട് മാത്രമേ പറയുള്ളൂ. അപ്പോൾ 80ഉം 100ഉം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യം 95. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിക്കോണേ. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് പറയും. ക്രോസ് ചെയ്ത് പറയാം. അതായത് 80ഉം 95ഉം തമ്മിലുള്ള ഡിഫറൻസ്, 80ഉം 95ഉം തമ്മിലുള്ള വ്യത്യാസം ഇവിടെ എഴുതി കൊടുത്തു 15. ഓക്കെ അല്ലേ? ഇനി 100ഉം 95 ഇങ്ങനെ ചരിച്ചങ്ങ് പറയണേ. 100ഉം 95ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 5. ഓക്കെ ആണോ? അപ്പൊ ഒന്നും കൂടെ എങ്ങനെയാ? 80ഉം 100ഉം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യം 95 രൂപ വിലയുള്ള അരിയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് പറയാം. ക്രോസ് ചെയ്യാന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ അല്ല, വ്യത്യാസം എടുത്ത് പറയണേ. 80ഉം 95ഉം തമ്മിലുള്ള വ്യത്യാസം 15 ഇവിടെ എഴുതി. 100ഉം 95ഉം തമ്മിലുള്ള വ്യത്യാസം 5 എഴുതി. കഴിഞ്ഞു. നമ്മളിവിടെ 2 കുത്തിട്ട് കൊടുത്താൽ റേഷ്യോ ആയി. 5:15 എന്നാണ്. നമുക്ക് ഇതിന് 5 കൊണ്ട് വെട്ടി ചെറുതാക്കാൻ പറ്റും അല്ലെ. ഇവിടെ 5ൽ 5 ഒരു പ്രാവശ്യം, 15ൽ 3 പ്രാവശ്യം. നമ്മൾ മനസ്സിലാക്കണം, അതായത് 1:3 എന്നുള്ള റേഷ്യോയിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 95 രൂപ വിലയുള്ള അരി കിട്ടും. 95 രൂപ വിലയുള്ള അരി കിട്ടും. ഓക്കെ അല്ലേ? ഇതേപോലെ 1-2 ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് പറയാമോ? അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ തരും. നിങ്ങൾ അത് കമന്റ് ചെയ്യണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്. കിലോഗ്രാമിന് 65 രൂപ വിലയുള്ള അരിയും 80 രൂപ വിലയുള്ള അരിയും ഏത് അംശബന്ധത്തിൽ യോജിപ്പിച്ചാൽ കിലോഗ്രാമിന് 70 രൂപ വിലയുള്ള അരി ലഭിക്കും എന്നാണ്. ശരി, വേറെ ഒന്നും പറയണ്ട. ഇത്രയേ ഉള്ളൂ. 65 രൂപ വിലയുള്ള അരിയും 80 രൂപ വിലയുള്ള അരിയും കൂടെ യോജിപ്പിച്ച് നമുക്ക് ആവശ്യം ഇതിന്റെ ഇടയിലുള്ള വിലയിലുള്ള അല്ലെ 70 രൂപ വിലയുള്ള അരി അല്ലെ. 70 രൂപ വിലയുള്ള അരിയല്ലേ നമുക്ക് ആവശ്യം. അപ്പൊ ഒന്നും കൂടെ 65 രൂപ വിലയുള്ള അരിയും 80 രൂപ വിലയുള്ള അരിയും ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്താലും നമുക്ക് 70 രൂപ വിലയുള്ള അരി കിട്ടും എന്നാണ്. സിമ്പിൾ ആണ്. 65ഉം 70ഉം തമ്മിലുള്ള വ്യത്യാസം 5 ഇവിടെ എഴുതി. 80ഉം 70ഉം തമ്മിലുള്ള വ്യത്യാസം 10 ഇവിടെ എഴുതി. ഓക്കെ ആണോ? അപ്പൊ എങ്ങനെയാണ്? 65ഉം 80ഉം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യം 70 ആണ്. 65ഉം 70ഉം തമ്മിലുള്ള വ്യത്യാസം ഡിഫറൻസ് 5 ഇവിടെ എഴുതി. 80ഉം 70ഉം തമ്മിലുള്ള വ്യത്യാസം 10 ഇവിടെ എഴുതി. കഴിഞ്ഞു. നമ്മൾ റേഷ്യോ ആക്കി. 5ഉം 10ഉം ഒക്കെയാണോ? അല്ലെങ്കിൽ നമുക്ക് 5 കൊണ്ട് വെട്ടി ചെറുതാക്കാൻ പറ്റും. ഇവിടെ 5 2 പ്രാവശ്യം, 5ലാണെങ്കിൽ 1 പ്രാവശ്യം. നമുക്ക് കിട്ടി 2:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് മിക്സ് ചെയ്യേണ്ടത്. 2:1 എന്ന് പറയുന്ന അംശത്തിൽ യോജിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കിലോഗ്രാമിന് 70 രൂപ വിലയുള്ള അരി നമുക്ക് ലഭിക്കും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്. കിലോഗ്രാമിന് 50 രൂപ വിലയുള്ള തേയിലയും 60 രൂപ വിലയുള്ള തേയിലയും ഏത് അംശബന്ധത്തിൽ യോജിപ്പിച്ചാൽ കിലോഗ്രാമിന് 54 രൂപ വിലയുള്ള തേയില ലഭിക്കുന്നു. അപ്പൊ ഇവിടെ തേയിലപ്പൊടിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. കിലോഗ്രാമിന് 50 രൂപ വിലയുള്ള തേയിലയും 60 രൂപ വിലയുള്ള തേയിലയും ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 54 രൂപ വിലയുള്ള തേയിലപ്പൊടി കിട്ടും. സിമ്പിൾ ആയിട്ട് നമ്മൾ അങ്ങ് പറയും. എങ്ങനെയാണ്? 50 രൂപ വിലയുള്ള തേയിലയും 60 രൂപ വിലയുള്ള തേയിലയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യം 54 രൂപ വിലയുള്ള തേയിലയാണ് അല്ലെ. പറ, ഇവരുടെ വ്യത്യാസം പറ. 50ഉം 54ഉം തമ്മിലുള്ള വ്യത്യാസം 4, 60ഉം 54ഉം തമ്മിലുള്ള വ്യത്യാസം 6. അപ്പൊ ഒന്നും കൂടെ 50ഉം 60ഉം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യം 54 ആണ് അല്ലെ. 50ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം 4, 60ഉം 54, 60ഉം 54 തമ്മിലുള്ള വ്യത്യാസം 6.
കഴിഞ്ഞു. നമ്മൾ ഇതിനങ്ങ് റേഷ്യോ ആക്കും. റേഷ്യോ ആക്കുമ്പോൾ 2 എണ്ണത്തിന് 2 കൊണ്ട് വെട്ടി ചെറുതാക്കാം. ഇത് 3 ആവും, 4 2 ആകും. നമ്മുടെ ആൻസർ കിട്ടി. 3:2 എന്നുള്ള റേഷ്യോയിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കിലോഗ്രാമിന് 54 രൂപ വിലയുള്ള തേയിലപ്പൊടി കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യം ഇങ്ങനെയാണ്. കിലോഗ്രാമിന് 30 രൂപ വിലയുള്ള തേയിലപ്പൊടിയും 50 രൂപ വിലയുള്ള തേയിലയും ഏത് അംശബന്ധത്തിൽ യോജിപ്പിച്ചാൽ 42 രൂപ വിലയുള്ള തേയില ലഭിക്കുന്നതാണ്? കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. 30ഉം 50ഉം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യം 42 രൂപ വിലയുള്ള തേയിലപ്പൊടിയാണ്. അപ്പൊ ഉറപ്പായിട്ടും ഈ ചോദ്യം മനസ്സിലായ എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് താഴെ കമന്റ് ചെയ്തേക്കും. ഓക്കെ അല്ലേ? അപ്പോ ഈ പറയുന്ന ഷോർട്ട് കട്ടുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുമെങ്കിൽ അതൊന്ന് മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കാനായിട്ട് ഒന്ന് ശ്രമിക്കണം. ഓക്കെ അല്ലേ? അപ്പോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഇനിയും അനേകം ടോപ്പിക് ക്ലാസ്സുകളും ഇതേപോലത്തെ ഷോർട്ട് കട്ടുകളും എല്ലാം നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോ എല്ലാവർക്കും നന്ദി, നമസ്കാരം.